നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ തൂഫാൻ എന്നും പറഞ്ഞിട്ട് അതിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. നമ്മളെല്ലാ അർത്ഥത്തിലും പിന്തുണക്കേണ്ടതാണ്. സ്വകാര്യ നമ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിളിച്ചു പറഞ്ഞാൽ ആർക്കും അറിയില്ല നമ്മളാ പറഞ്ഞതെന്ന്. മൊത്തം എടുത്തു മാറ്റാനുള്ള അധ്വാനം ഗവൺമെൻറ് നടത്തുന്നുവെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, ആരോഗ്യമില്ലാത്ത കുറേ വൃത്തികെട്ടവന്മാരെ സൃഷ്ടിക്കുന്ന ഈ താന്തോന്നിത്തത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുന്ന നമ്മളൊക്കെ അതിനോട് സഹകരിക്കണം. ഗവൺമെൻറ്റിനോട് ഒരു കാര്യം കൂടിയും പറയണം. അവർക്ക് ലാഭം കിട്ടാത്ത, കരിഞ്ചന്തയിൽ മാത്രം ലഭിക്കുന്ന കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, MDMA മാത്രമല്ല ലഹരിയെന്ന്. ഗവൺമെൻറ് അടിച്ച് വിതരണം ചെയ്യുന്ന വിദേശ മദ്യം ലഹരിയാണെന്ന്, ചാരായവും കള്ളും ലഹരിയാണെന്ന്, അത് കുടിച്ചാലും അനർത്ഥങ്ങളുണ്ടെന്ന്, ആരോഗ്യം നശിക്കുന്നുണ്ടെന്ന്, കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന്, കള്ളും ഷാപ്പുകളിൽ ഇടയ്ക്കിടെ തല്ല് നടക്കുന്നുണ്ടെന്ന്, കുറേ സ്ത്രീകൾ അകാല വൈധവ്യത്തിലേക്ക് പോകുന്നുണ്ടെന്ന്, കൊലപാതകങ്ങൾക്ക് കുറേ പട്ടച്ചാരായവും സാധാരണ കള്ളും മൂലവെട്ടിയും മങ്കുറിണിയും കാരണമാകുന്നുണ്ടെന്ന്. ഇതൊക്കെ ഹലാലായ കള്ള്, ലഹരി. നേരെ മറിച്ച് നമുക്കത്ര വരുമാനമൊന്നും കിട്ടാത്ത കരിഞ്ചന്തയിൽ വിൽക്കുന്ന കഞ്ചാവ്, MDMA ഇതൊക്കെ ഭീകരം. അതുകൊണ്ട് അതിനെതിരെ വേട്ടയാടൽ, തൂഫാൻ നടത്തൽ ഇത് പോരൊന്നും മൊത്തം ലഹരിയെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തണമെന്നും കൂടെ നമ്മൾ ആവശ്യപ്പെടണം. അങ്ങനെ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും മാരകമായത് ആദ്യം പിടിക്കാനായിരിക്കും അവർ വിചാരിച്ചത്. അപ്പം നേരം വെളുക്കോണം 2ഉം 3ഉം കളി കാണാൻ വേണ്ടി ചെറുപ്പക്കാർ അങ്ങാടിയിലും ക്ലബ്ബുകളിലും ചുറ്റി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും മയക്കുമരുന്നിൻ്റെ വിതരണം നടക്കും. കുറേ ആളുകൾ മദ്യപാനം ശീലിക്കും. വേറെ കുറേ വൃത്തികേടുകൾ പഠിക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അത് കാരണമാകും. ആരും നിയന്ത്രിക്കാനില്ല, അതാണ് പ്രശ്നം. ഏകദേശം ടീനേജുകാരായിരിക്കും, എൻ്റെ തൊട്ടു മേലുള്ള യുവാക്കളായിരിക്കും. അപ്പോൾ അവരൊരുമിച്ച് കൂടി നേരം വെളുക്കോളം നട്ടപ്പാതിരക്ക് അലസരായി നടക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ ഇത്തരം വില്ലന്മാരെത്തും. മയക്കുമരുന്ന് വിതരണത്തിന് വിപുലമായ ശൃംഖലകളുണ്ട്. അവരെല്ലാ സാധ്യതകളെയും പരമാവധി ഉപയോഗപ്പെടുത്തും. അങ്ങനെ നമ്മുടെ സമൂഹം, കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ ലഹരിയിലേക്ക് എത്തും. പരീക്ഷക്കാലത്തുള്ള പഠന വീഴ്ചകൾ,